ചൂരൽമലയിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി ശ്രീകാന്ത് വീണ്ടും ചേരുന്നുണ്ട്. ശ്രീകാന്ത്, അവിടെ ഇപ്പോൾ വീണ്ടും മഴ ശക്തിപ്പെടുകയാണോ? എന്താണ് നിലവിൽ തിരച്ചിലിന്റെ ഒരു പുരോഗതി? എന്തൊക്കെ സാധ്യതകളാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്? വേണു, രാവിലെ മുതൽ തന്നെ ഈ മേഖലയിൽ മഴ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് തോരും, വീണ്ടും മഴ വരും. ആ രീതിയിലാണ് നിലവിലിപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പുഞ്ചിരിമട്ടത്തും അതോടൊപ്പം മുണ്ടക്കയിലുമൊക്കെ തന്നെ ശക്തമായ മഴയുണ്ട്. അവിടെ മഴ പെയ്യുന്നത് ഒട്ടും ശുഭകരമായ സൂചനയല്ല വേണു. കാരണം അവിടെ മഴ പെയ്താൽ ലാൻഡ് സ്ലൈഡിനും ഒരു പക്ഷേ ഉരുൾപൊട്ടലിനും തന്നെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വിശ്വസിച്ച് നിന്ന് രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അവിടെ ഈ വലിയ യന്ത്രഭാഗങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും വളരെ അഗാധമായ കുഴിയാണ് ഇരുഭാഗത്തുമുള്ളത്. അതിനാൽ തന്നെ അവിടെ എത്ര കണ്ട് സമയം നിൽക്കാൻ പറ്റും എന്നുള്ളതും സംശയകരമാണ്. ഇപ്പോൾ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചതും. നേരെ അവിടേക്ക് കാണിച്ചാൽ ക്യാമറ ചലിപ്പിച്ചാൽ സൈന്യം ഈ ബെയിലി പാലം ഉണ്ടാക്കിയതിനു ശേഷം ബാക്കി സാധനങ്ങൾ തിരികെ കൊണ്ടുപോകുന്നത് കാണാം. കുറച്ചുകൂടി അകലേക്ക് നോക്കിയാൽ അവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഗതിമാറി ഒഴുകിയ പുഴയുണ്ട്. ആ ഗതിമാറി ഒഴുകിയ പുഴ അത് മറ്റിടങ്ങളിലേക്ക് ഈ തെരച്ചിലിന് ഉപദ്രവം ഉണ്ടാകാതെ നേരെ വഴിതിരിച്ചു വിടുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അത് ഈ ഹിറ്റാച്ചിയൊക്കെ ഉപയോഗിച്ചാണ് അത് രാവിലെ മുതൽ ചെയ്യുന്നതും. അതാകുമ്പോൾ ഒരു എളുപ്പമുള്ളത് മറ്റിടങ്ങളിൽ ഈ ചെളിയും കല്ലും മണ്ണും ഒക്കെ കൂടിയ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നതിന് കുറച്ചുകൂടി എളുപ്പമാണ്. സൈന്യവും അതോടൊപ്പം NDRF-ഉം ഫയർഫോഴ്സും ഉൾപ്പെടെ ഈ പരിശോധനയുടെ ഭാഗമായുണ്ട്. 317 പേർ ഇതിനോടകം മരിച്ചതായാണ് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക്. നിലമ്പൂരിൽ 5 മൃതദേഹവും ശരീരഭാഗങ്ങൾ 3, മേപ്പാടിയിൽ 6 മൃതദേഹം, കോഴിക്കോട് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ശരീരഭാഗങ്ങൾ 3 എന്ന രീതിയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ രീതിയിൽ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷൻ വരുന്നതും അത്തരത്തിലാണ് വേണു. അതായത് 317 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 14 നേരത്തെ 13 പേരുടെ മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചതെങ്കിൽ മൃതദേഹമാണ് ഇന്ന് കിട്ടിയതെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് അത് 15-16 മാറുന്നു എന്നുള്ളതാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. ഇന്ന് ഈ വെള്ളാർമല ഈ ഭാഗത്താണ് ഏറ്റവും അധികം മൃതദേഹങ്ങൾ കിട്ടിയത്. 4 മൃതദേഹങ്ങൾ ഈ ഭാഗത്തുനിന്നും വീണ്ടെടുക്കുകയുണ്ടായി. കുറച്ചുകൂടി താഴേക്ക് പോയാൽ അട്ടമല ഭാഗത്തുനിന്നും 3 മൃതദേഹം കിട്ടി. അവിടെ നിന്നും ശരീരഭാഗങ്ങളും ഇന്ന് കിട്ടിയിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ DNA പരിശോധന നടത്തിയതിനു ശേഷമേ ആരുടേതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയൂ. നേരെ അപ്പുറത്ത് ദൃശ്യങ്ങളിൽ കാണുന്നത് സ്നിഫർ ഡോഗ്, മിലിറ്ററിയുടെ സ്നിഫർ ഡോഗ് വരുന്നതാണ്. അതിന്ന് മുണ്ടക്കൈ ഭാഗത്തായിരുന്നു ഈ സ്നിഫർ ഡോഗിനെയും കൊണ്ടുപോയത്. മുണ്ടക്കൈയിലും സ്നിഫർ ഡോഗ് എത്തി, പുഞ്ചിരിമുട്ടത്തും ഈ സ്നിഫർ ഡോഗ് എത്തുകയും ചെയ്തു. അങ്ങനെ പോലീസിന്റെയും സ്നിഫർ ഡോഗ് ഈ പ്രദേശത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മൃതദേഹം കണ്ടെത്തുന്നതിന് വേണ്ടി വന്നിരുന്നു. ഈ പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന മേഖലയിൽ ഒരു കോളനി ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ്. അവിടെ ഏതാണ്ട് ഒരു 10-15 വീടുകൾ ഉണ്ട് എന്നും പറയപ്പെടുന്നു. അതിന്റെ കമ്പിയോട് കമ്പി ഒഴുകിപ്പോയിട്ടുണ്ട് മുഴുവൻ വീടുകളും. ആ ഭാഗത്ത് പോലീസിന്റെ അടക്കം നായ്ക്കളെ കൊണ്ടെത്തിച്ച് പരിശോധന ഇപ്പോൾ തുടരുകയാണ്. അത് ആ ഭാഗത്ത് പല ആളുകളും മിസ്സിംഗ് ആണ് എന്ന് അവരുടെ ബന്ധുക്കൾ പറയുന്നു. അങ്ങനെയെങ്കിൽ അവിടെ മണ്ണ് വന്ന് കൂടിക്കിടപ്പുണ്ട്, വലിയ ഉരുളൻ കല്ലുകളുണ്ട്. അങ്ങനെയെങ്കിൽ അവിടുത്തെ പരിശോധന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിർണായകവുമാണ്. വേണു, ശ്രീകാന്ത്, ഈ ചാലിയാർ അതുപോലെ തന്നെ ഇരുവഴിഞ്ഞി പുഴ, അങ്ങനെ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് ശ്രദ്ധ അധികമായി കൊടുക്കേണ്ടതുണ്ട് എന്ന് സൈന്യം നിർദ്ദേശിക്കുന്ന സാഹചര്യം എന്താണ്? ഇപ്പോൾ ഈ മുണ്ടക്കയിലായാലും ചൂരൽമലയിലായാലും ഈ പറയുന്ന പുഞ്ചിരിമട്ടത്തിലായാലും ഒക്കെ വലിയ തോതിൽ മണ്ണും കല്ലും പാറക്കഷ്ണങ്ങളും കടിഞ്ഞു കിടക്കുന്നുണ്ട്. അതിൻ്റെ താഴെ പല അടി താഴെ മനുഷ്യർ പെട്ടുപോയിട്ടുണ്ടാകാം എന്ന സാധ്യത നിലനിൽക്കുകയാണ്. അപ്പോഴും എന്തുകൊണ്ട് ഈ പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് സൈന്യം നിർദ്ദേശിക്കുന്നു? വേണു, ഇന്നലെ ഈ സ്നിഫർ ഡോഗുമായി പരിശോധന പുഞ്ചിരിമുട്ടത്തും അതോടൊപ്പം തന്നെ ഈ മുണ്ടക്കയിലും നടത്തിയ ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് സ്നിഫർ ഡോഗിന് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അവിടെ കുറെ തവണ പരിശോധന നടത്തി. അവിടെ നേരത്തെ സ്പോട്ട് ചെയ്ത ഇടങ്ങൾ ഒഴികെ ബാക്കി എങ്ങും കണ്ടില്ല എന്നവർ പറഞ്ഞു.
മാത്രമല്ല കൊച്ചിയിൽ നിന്നും ഒരു സ്വകാര്യ ഏജൻസി ഈ ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി റഡാർ പരിശോധന നടത്തിയിരുന്നു. അവരും പറയുന്നത് മുകളിലേക്ക് മനുഷ്യ സാന്നിധ്യമില്ല, മൃതദേഹ ഭാഗങ്ങളോ മറ്റോ ഉള്ളതായി അവരുടെ പരിശോധനയിലും തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും അധികം സാധ്യതയുള്ളത് അവിടെ നിന്നും വെള്ളവും കല്ലും മണ്ണും ചെളിയും ഇടിച്ചു കുത്തിയെത്തി ഈ വെള്ളാർമല, ചൂരൽമല, അട്ടമല, അതോടൊപ്പം ചാലിയാർ, നിലമ്പൂർ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലേക്ക് വലിയ കറണ്ട്, വലിയ ഒഴുക്കുണ്ടായിരുന്ന സമയത്ത് അങ്ങനെ കുത്തി ഒലിച്ചു പോയിരിക്കാനുള്ള സാധ്യതയിലേക്കാണ് സൈന്യവും വിരൽ ചൂണ്ടുന്നത്. അതിനാലാണ് ഈ റിവർ ബെഡ് കേന്ദ്രീകരിച്ചും ഏറ്റവും താഴത്തെ ഡൗൺ സ്ട്രീം കേന്ദ്രീകരിച്ചും പരിശോധന വേണം എന്ന് പറയുന്നത്. ഈ ചാലിയാറിലെ തിരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന് കോഴിക്കോട് റൂറൽ SP ഡോക്ടർ അരവിന്ദ് സുകുമാർ ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. കാലാവസ്ഥ ഇപ്പോൾ മാറിമറിഞ്ഞ് നിൽക്കുന്നുണ്ട്, എങ്കിലും പ്രശ്നമില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പോലീസും ഫയർഫോഴ്സും സന്നദ്ധ സംഘടനകളും ചേർന്ന് നല്ല ടീം ഇപ്പോഴുണ്ട് എന്ന് പറയുന്നു. എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും വിശദമായ പരിശോധന നടത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കോഴിക്കോട് വരെ വേണമെങ്കിൽ പരിശോധന നടത്തും എന്നാണ് ADGP MR അജിത് കുമാർ പറഞ്ഞത്. 9 കിലോമീറ്ററാണ്, ഏതാണ്ട് സൂചിപ്പാറ വരെ 9 കിലോമീറ്ററാണ് പരിശോധനയ്ക്ക് വേണ്ടി വരുന്ന ഒരു ആവറേജ് ദൂരം എന്ന് പറയുന്നത്. പക്ഷെ അതിനപ്പുറവും പരിശോധിക്കാൻ തയ്യാറാണ്. ഈ സൂചിപ്പാറയുടെ താഴ്ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ മൃതദേഹം വന്ന് അടിയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെയൊക്കെ തന്നെ ഭീകരമായ ഒഴുക്കുണ്ട്. അവിടെ തിരച്ചിൽ നടത്തണമെങ്കിൽ ഈ ഒഴുക്കൊക്കെ ഒന്ന് മാറിയാലേ ആ ഭാഗത്ത് ആഴത്തിലിറങ്ങി പരിശോധന സാധ്യമാവുകയുള്ളൂ. വേണു. ശരി, ശ്രീകാന്താണ് ചൂരൽമല ഇന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. അല്പസമയത്തിനകം SP വിജയകുമാറും അവിടെ നിന്ന് പുതിയ വിവരങ്ങൾ നൽകാനായി ചേരും. 317 പേർ മരിച്ചതായാണ് ഇപ്പോൾ അനൌദ്യോഗികമായ കണക്ക്. പക്ഷേ സർക്കാർ അത് സ്ഥിരീകരിക്കുന്നില്ല. സർക്കാർ കണക്ക് പ്രകാരം 199 പേരാണ് മരിച്ചതായി പറയപ്പെടുന്നത്. 300-ലും 400-നുമൊക്കെ ഇടയിലുള്ള ആളുകളെ കാണാതായിരിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതൊരു വലിയ സംഖ്യയാണ്. അങ്ങനെ വരുമ്പോൾ അവരെയൊക്കെ എവിടെ പോയി തിരയുമെന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുകയാണ്. സൈന്യം പറയുന്നത് ഈ കരഭാഗത്തുള്ള തിരച്ചിലിൽ ഒരുപാട് പേർ ഇനി കിടപ്പുണ്ടാകാനുള്ള സാധ്യത പരിമിതമാണ് എന്നാണ്. പ്രത്യേകിച്ചും ഈ മണം പിടിക്കുന്ന നായകളെയൊക്കെ വിന്യസിച്ചുള്ള തെരച്ചിലിൽ അങ്ങനെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്ന് സൈന്യം പറയുന്നു. കൂടാതെ ജില്ലാ ഭരണകൂടം, നേരത്തെ ശ്രീകാന്ത് അതാണ് റിപ്പോർട്ട് ചെയ്തത്, ജില്ലാ ഭരണകൂടം ഒരു സ്വകാര്യ ഏജൻസിയുടെ സഹായം തേടിയിരുന്നു. റഡാർ പരിശോധനയിൽ അങ്ങനെ മനുഷ്യർ മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുന്നതായ സൂചന അവർക്കും ലഭ്യമായിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ചാലിയാർ പുഴ, ഇരുവഴിഞ്ഞി പുഴ, അവിടമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. 180ഓളം മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഒഴുകിയെത്തിയത് എന്നതും ഈ പരിശോധനയുടെ പ്രാധാന്യം കൂട്ടുകയാണ്. ഇന്നിപ്പോൾ വെള്ളാർമലയിൽ നിന്ന് 4 മൃതദേഹം കണ്ടെടുത്തു. അട്ടമലയിൽ നിന്ന് 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കൂടാതെ അട്ടമല ഭാഗത്തു നിന്ന് ശരീരഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. എന്തായാലും ഇപ്പോഴും അവിടെ ഈ വിവിധ സോണുകളാക്കി തിരിച്ചുകൊണ്ട് ഈ ചൂരൽമലയായാലും മുണ്ടക്കയായാലും വെള്ളാർമലയായാലും ഒക്കെ വിവിധ സോണുകളായി തിരിച്ചുകൊണ്ട് കൃത്യമായി തന്നെ സംഘങ്ങൾ തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധന സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവരെ സഹായിക്കാനുണ്ട്, നാട്ടുകാർ അവർക്കൊപ്പമുണ്ട്. അങ്ങനെ സമഗ്രമായ പരിശോധന നടക്കുകയാണ്. അതേസമയം പോലീസും NDRF-ഉം നേവിയും കോസ്റ്റ് ഗാർഡും എല്ലാം ചേർന്നുകൊണ്ടുള്ള പരിശോധന ചാലിയാർ ഭാഗത്തും നടക്കുന്നുണ്ട്. ഏതാണ്ട് 8-9 കിലോമീറ്റർ നീളുന്ന എല്ലാ ഭാഗത്തും പഴുതടച്ചുള്ള പരിശോധന തന്നെ നടത്തുമെന്നാണ് ജില്ലാ ഭരണകൂടമായാലും ക്രമസമാധാന ചുമതലയുള്ള ADGP ആയാലും വ്യക്തമാക്കിയിരിക്കുന്നത്.